നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാൻ കഴിയും. ഈ ബിജുവിൻ്റെ വീടിൻ്റെ തൊട്ട് ചേർന്നുള്ള 2 വീടുകൾ ഏതാണ്ട് ഭാഗികമായി തന്നെ നശിച്ച അവസ്ഥയിലാണ്. ആ വീടിനകത്തേക്ക് വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു കയറിയിരിക്കുന്നു. കോൺക്രീറ്റ് സ്ലാബുകൾ വന്ന് പതിച്ചിരിക്കുന്നു. വീട്ടു സാധനങ്ങളടക്കം ഈ തകർന്ന് ഈ മണ്ണ് ഇടിച്ചു കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നു. ഈ വീടെല്ലാം ഏതാണ്ട് ഇനി വീണ്ടും താമസിക്കാൻ കഴിയാത്ത രീതിയിൽ പൊളിഞ്ഞു പോയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിൽ ഒരു വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ നാട്ടിൽ ഇവിടെ ഒരുപാട് താമസക്കാരുണ്ടായിരുന്നു. അതിൻ്റെ 24ഓളം വീട്ടുകാരുണ്ടായിരുന്നു. ഈ ഒട്ടും ഒരു മുൻകരുതലില്ലാത്തൊരു നിർമ്മാണ പ്രവൃത്തിയായിപ്പോയി ഇവിടെ നടന്നത്. മുൻകരുതൽ ഇല്ലാതല്ല, മുൻകരുതലുണ്ടായിരുന്നു. താഴെ സൈഡ് വാൾ വാർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭയങ്കരമായിട്ടുള്ള ബ്രേക്കർ കൊണ്ടുവന്നിട്ടുള്ള കല്ല് പൊട്ടിക്കലും കാര്യം, അപ്പോൾ മണ്ണിന് അത്ര ഉറപ്പും കുറവായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ വലിയ മെഷീനറി കൊണ്ടുവന്ന് ഇതിൻ്റെ പാറകളൊക്കെ പൊട്ടിച്ചു. അതിനുള്ളൊരു ബലം നമ്മുടെ മണ്ണിനില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രേക്കറിൻ്റെ പൊട്ടിച്ചാണ് ആ പ്രശ്നം ഉണ്ടായത്. ഇന്നലെ പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു, പക്ഷെ ഇങ്ങനെ ഇടിയുന്നുള്ളൊരു പ്രതീക്ഷ ആർക്കില്ലായിരുന്നു. അതായത് ഇതൊരു ശക്തമായൊരു മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു അല്ലേ? അല്ല, ഈ വീട് കംപ്ലീറ്റ് പോകും. ആ ഒരു മല കംപ്ലീറ്റ് ഇനി പോകുന്നുണ്ട് രാത്രിയിൽ. അതാണ് സംഭവിച്ചത്. ഇതിൻ്റെ അടിയിൽക്കൂടെ ഉറവയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പോരാൻ കാരണം. ആ മണ്ണിൻ്റെ ബലക്കുറവാണ്. അതായത് ഇത്തരത്തിൽ ഈ ഉറവയുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിൽ കുന്നിടിക്കുമ്പോഴൊക്കെ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയൊക്കെ പുലർത്തും. അതുണ്ടായില്ല എന്നുള്ളതല്ലേ നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവും. അതെ, അതാണ് ബ്രേക്കർ കൊണ്ടുവന്നിട്ടുള്ള കല്ലുപെട്ടിയിലാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായിരുന്നത്. JCBക്ക് മണ്ണെടുത്ത് എവിടെയാണെങ്കിലും സ്വാഭാവികമായിട്ട് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റിയതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ നല്ല കാലാവസ്ഥയായിരുന്നു. മഴയുണ്ടെങ്കിൽ ഈ വീടൊന്നും ഒന്നുമില്ല, എല്ലാം പോകും. ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരുപാട് പേര് കാലങ്ങളായി താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതെ. ഒത്തിരി നാളുകളായിട്ട് ഇവിടെ തന്നെ സ്ഥിരതാമസക്കാരാണ് ഇവരെല്ലാവരും. ഇത് കോളനി, ഇത് ഗവൺമെൻറ് കൊടുത്ത ഒരു കോളനി ആയിരുന്നു ഇത്. വർഷങ്ങളായി താമസിക്കുന്ന ആളുകളാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങളുമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ മുൻകരുതലുകളും അതിനുള്ള നടപടികളും പൂർത്തീകരിക്കുക എന്നതായിരുന്നു. അതൊന്നുമില്ലാതെ വലിയ ബ്രേക്കറുകൾ കൊണ്ടുവന്ന് പാറയും അതോടൊപ്പം തന്നെ വലിയ കുന്നുകളും ഇടിച്ച് നിരത്തി മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ ക്ഷണിച്ചു വരുത്തിയ ഒരു ദുരന്തം, മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തം എന്ന് തന്നെ പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ളവരെ, ഇതിൻ്റെ കരാർ കമ്പനി അടക്കം ക്രിമിനൽ കേസെടുത്ത് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ വരുന്നത്. കാരണം വലിയ വീഴ്ച NHAയുടെ ഭാഗത്തു നിന്നും ഈ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു സ്ഥലത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ ഭൂപ്രകൃതിയെ പഠിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് പ്രധാനം. അത് ഒന്നും ഇവിടെ ചെയ്തില്ല. വേഗത്തിൽ ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ മെഷീനറികൾ കൊണ്ടുവന്ന് ഒരു മുൻകരുതലുകളുമില്ലാതെ വലിയ കുന്നുകൾ ചെത്തിയെടുത്തു മുന്നോട്ട് പോയി എന്നത് തന്നെയാണ് ഈ വലിയ മണ്ണിടിച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്ക് ഈ ഇവിടുത്തെ മറ്റ് വീടുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ ഈ ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീട് മാത്രമല്ല ഏതാണ്ട് 8ഓളം വീടുകൾ തകർന്നിട്ടുണ്ട്. അതിന് അപ്പുറത്ത് കാണുന്ന മറ്റ് ചെറിയ വീടുകൾ, അതായത് അടുത്തടുത്ത വീടുകളാണ്. അതായത് 1 സെന്റിലും 2 സെന്റിലും ഒക്കെയുള്ള വീടുകൾ, തീർത്തും സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവർക്ക് ഇത്തരത്തിലൊരു വീട് തകർന്നു പോയാൽ മറ്റൊന്ന് പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ അത് വീണ്ടെടുക്കുക എന്നത് ഒട്ടും അവരെ കൊണ്ട് എളുപ്പത്തിലൊന്നും സാധ്യമാകുന്ന ജീവിത സാഹചര്യമുള്ള ആളുകളല്ല. അത്തരത്തിലും തീർത്തും സാധാരണക്കാരായ ആളുകളെയാണ് ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.